ബീഹാർ വോട്ടർ പട്ടികയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തിരിച്ചടി. ആധാറും സ്വീകാര്യമായ രേഖയായി അംഗീകരിക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവ്. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ പേരുകൾ പ്രസിദ്ധീകരിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഒഴിവാക്കിയതിൻ്റെ കാരണം വെബ്സൈറ്റിൽ വ്യക്തമാക്കണമെന്നും സുപ്രീം കോടതി. സിബി ജോസഫ് ചേരുകയാണ്. സിബി, സുപ്രധാനമായ ചില നിർദ്ദേശങ്ങൾ കോടതിയിൽ നിന്നുണ്ടായി. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷമി, ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള വലിയ തിരിച്ചടിയാണ് അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായത്. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ ഹർജിക്കാരുടെ വാദം പൂർത്തിയായിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദമായിരുന്നു. ഈ വാദത്തിൽ പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് മുമ്പ് 7.89 കോടി വോട്ടർമാർ ബീഹാറിൽ ഉണ്ടായിരുന്നു. പിന്നീട് SIR ശേഷം അത് 7.24 വോട്ടർമാരായി കുറഞ്ഞു. അതായത് 65 ലക്ഷം വോട്ടർമാർ പുറത്തായി എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അറിയിച്ചു. ഈ 65 ലക്ഷം വോട്ടർമാരിൽ 22 ലക്ഷം പേർ മരണപ്പെട്ടു എന്നുള്ള കണക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. എന്നാൽ എങ്ങനെയാണ് ഇത്തരത്തിൽ മരണപ്പെട്ടവരുടെ കണക്കുകൾ കൃത്യമായി ലഭിച്ചതെന്ന ചോദ്യത്തിന് ചില രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ഏജന്റുമാരുടെ എല്ലാ നിലയും വിവരങ്ങൾ അനുസരിച്ചാണെന്നുള്ള മറുപടിയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി നൽകിയത്. എന്തായാലും ഇതിന് പിന്നാലെയാണ് കൃത്യമായി ഈ ഒരു ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റുകൾ കൃത്യമായി വിവരങ്ങൾ അടക്കമെല്ലാ നിലയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നുള്ള ഇടക്കാല ഉത്തരവ് ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അത് ജില്ലാ തലത്തിലാണെങ്കിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കണം. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ സോഷ്യൽ ഹാൻഡിലും ഇത് പ്രസിദ്ധീകരിക്കണം. ബൂത്ത് തലത്തിൽ പോലും ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരിക്കണമെന്നും ഇത് ജനങ്ങൾ അറിയുന്നതിന് വേണ്ടി കൃത്യമായ ദൃശ്യ പത്രമാധ്യമങ്ങളുടെയും ദൂരദർശൻ പോലുള്ള മാധ്യമങ്ങളുടെയും ഈ വിവരങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് അറിയിക്കണമെന്നും അതിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അതിൽ കൃത്യമായി പരാതി നൽകാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. 3 ദിവസത്തിനകം ഇത് കൃത്യമായി ഈ ഒരു പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇത് ഇവരുടെ ഈ വോട്ടർ ID കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് സെർച്ച് ചെയ്യുന്ന രീതിയിൽ ഈ വെബ്സൈറ്റിൽ കൃത്യമായി ആർക്കും സെർച്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ഈ ഒരു പട്ടിക പ്രസിദ്ധീകരിക്കേണ്ടതെന്നും സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം ഈ ആധാർ കാർഡ് ഒരു അംഗീകൃത രേഖയായി പരിഗണിക്കണമെന്ന നിർദ്ദേശം കൂടി വാക്കാൽ കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും SIR റദ്ദാക്കുന്ന കാര്യത്തിൽ കൃത്യമായ നിലപാടിലേക്ക് പോയില്ലെങ്കിലും ഇനിയിപ്പോൾ വെള്ളിയാഴ്ച ഈ കേസ് പരിഗണിക്കുമ്പോൾ ആ കാര്യത്തിൻ്റെ അന്തിമ തീരുമാനം ഉണ്ടാകും. എങ്കിൽ പോലും ഇതിൽ ഹർജിക്കാർ ഉന്നയിച്ചതുപോലെ ഈ പട്ടിക വിവരങ്ങൾ, അതായത് ഒഴിവാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് ഒഴിവാക്കപ്പെട്ടത് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയിക്കാനുള്ള അല്ലെങ്കിൽ അറിയാനുള്ള അവകാശം ഈ പൗരന്മാർക്കുണ്ട് എന്നും സുപ്രീം കോടതി ഇന്ന് പറയുകയും ചെയ്തു. എന്തായാലും വലിയൊരു തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ഷമ്മി, ബീഹാർ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. സിബിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.